ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെയിറ്റ് ലോസിൻ്റെ ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളെ കുടപ്പുളി വെച്ചിട്ടുള്ളൊരു വെള്ളമാണ്. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം തന്നെ എക്സസൈസും അതുപോലെ ഫുഡ് കൺട്രോളും വേണം. അതെ, ഇത് കുടിക്കേണ്ടി വെച്ചിട്ട് നമ്മൾ ഫുഡൊന്നും കൺട്രോൾ ചെയ്യാണ്ട് വലിച്ചു വാരി കഴിച്ചിട്ടോ എക്സസൈസ് ഇല്ലാണ്ട് വെറുതെ അത് കുടിച്ചിട്ടോ കാര്യമില്ല. നല്ലത് തന്നെയാണ് വയറിനൊക്കെ. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്താലാണ് ശരിക്കും വണ്ണമൊക്കെ കുറയണം എന്നുള്ളവർക്ക് വണ്ണം കുറയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുടംപുളി, അതായത് കുടപ്പുളി. ഇത് മരത്തുമ്പോൾ നിൽക്കുന്നതാണ്. ഇതല്ല വേണ്ട കേട്ടോ. നമ്മൾ ശരിക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഉണങ്ങിയിട്ടുള്ള കുടപ്പുളിയില്ലേ, അതാ വേണ്ടത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മരത്തിലാണ്, ചിലവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് ഈ ഒരു കായ ഉണ്ടാവുക. ഇത് താഴെ വീണ സമയത്ത് ഇല്ലെങ്കിൽ പൊട്ടിക്കുക, എന്നിട്ട് ഉണങ്ങിയതാണ് നമ്മളെല്ലാത്തിനും ഉപയോഗിക്കൽ. അപ്പോൾ ഇത് ഇനി താഴെ വീണതുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഇങ്ങനെ പഴുത്ത് കഴിയുമ്പോഴാണ് ശരിക്ക് താഴെ വീഴുക. ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഉണ്ട് കണ്ട, ഇതേപോലെ ആയിട്ട് വീഴും, പഴുത്ത് വീഴും. അപ്പോഴാണ് നമ്മളിത് പറക്കിയിട്ട് ഓരോന്നൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. ഫസ്റ്റൊക്കെ നന്നായി വീഴും കേട്ടോ. ലാസ്റ്റായ കാരണമാണ് അധികമൊന്നും കാണാത്തത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്, അതങ്ങോട്ട് കളയണം. കളഞ്ഞിട്ട് നമ്മൾ ഉണക്കിയെടുക്കും. ഇപ്പോൾ ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് കണ്ടില്ലേ, ഉണക്കാൻ വെച്ചേക്കുന്നത് ഇങ്ങനെ ഉണക്കിയെടുക്കലാണ് പതിവ്. അപ്പോൾ ഇത് ഉണങ്ങിയതാണ്, പകുതി ഉണങ്ങിയതാണ് ഇത്. ഇനി ഇവിടെ മുഴുവൻ ഉണങ്ങിയതിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കറിക്കൊക്കെ, മീൻ കറിക്കൊക്കെ എടുക്കാറില്ലേ, അങ്ങനെ എടുക്കുന്ന പുളി, ഇപ്പോൾ കുടപ്പുളി. അപ്പോൾ ഇത് ഒരു 1-2 എടുക്കുക. അതായത് ഇതേപോലത്തെ പീസ് 1-2 കേട്ടോ. അങ്ങനെ 1-2 എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ, അതായത് ഒരു വലിയ ഗ്ലാസ് തന്നെ എടുത്തോളൂ, വെള്ളത്തിൽ തിളപ്പിക്കണം. ഇത് ആദ്യം ഒന്ന് കഴുകി കുതിർത്ത് വെക്കുക. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെക്കുക. ശരിക്കൊന്ന് കുതിർന്ന് കിട്ടണമെങ്കിൽ അരമണിക്കൂർ മതി. പക്ഷേ നമ്മൾ പണി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി. എന്നിട്ട് വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കി വയ്ക്കുക, നാളെ കാലത്ത് എന്നിട്ട് കുടിക്കാം. അങ്ങനെ ചൂടോട് കൂടിയൊന്നും കുടിക്കേണ്ട കേട്ടോ. സാധാരണ നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ഇപ്പോൾ 2-3 ഗ്ലാസ്സൊക്കെ ഇട്ട് കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അസിഡിറ്റി, അൾസറൊക്കെ ഉള്ളവർ ഇത് കഴിയുന്നതും ഒഴിവാക്കുക. ഇപ്പോൾ ഞങ്ങൾ 2 പേര് കുടിക്കണ കാരണമാണ് ഈ 4 കഷ്ണം ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരാളാണ് കുടിക്കുന്നത് വെച്ചെങ്കിൽ 2 കഷ്ണമോ ഒരു വലിയ പീസോ ഇട്ടിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചുണ്ടാക്കുക. അപ്പോൾ കഴിയുന്നതും ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ നോക്കുക. കാലത്തായാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും. അങ്ങനെ നിങ്ങൾ കൂടുതൽ കുടിക്കുന്നുണ്ട് വെച്ചെങ്കിൽ 3 ഗ്ലാസ് 4 ഗ്ലാസ്സൊക്കെ എടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് കുടപ്പുളിയുടെ എണ്ണം കൂട്ടി കൊടുക്കുക. അപ്പോൾ നന്നായി തിളച്ചു. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ. ഇനി അരിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇനി ഈ കുടംപുളി വീണ്ടും തിളപ്പിച്ച് വെള്ളം ഉണ്ടാക്കാൻ പറ്റുമെന്ന്? പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാം. പക്ഷേ കുറച്ച് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് വെറും വയറ്റിൽ കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുന്നേ. ഇപ്പോൾ 3 ഗ്ലാസ് കുടിക്കണമെന്നൊന്നുമില്ല, ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി ഒരു ദിവസം. അപ്പോൾ 1 മാസത്തോളം മാത്രം കുടിച്ചാൽ മതി, അധികം കുടിക്കേണ്ട. എന്തുകൊണ്ടാണ് ഇത് വണ്ണം കുറയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടപ്പുളിയിൽ ധാരാളം ഹൈഡ്രോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ശരീരത്തിലെ കൊഴുപ്പിനെ പുറന്തള്ളും. അതുകൊണ്ടാണ് ഇത് വണ്ണം കുറയ്ക്കാൻ നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ 1 മാസത്തിൽ കൂടുതൽ ഇത് കഴിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്